ഇതോടെ പ്രശ്നം എന്തോടാ? லைக் எந்த தீட்ட இது இവിടുന്ന് മാറിയില്ല മാറാൻ முடியாது ஸோ கையொண்டு இடிச்சோன்னே பேர் ചോദിச்சு நான் என் பேர் പറഞ്ഞു அவரு பேர் ചോദിச்சு பேர் சொல்ல முடியாது ஒரு லீடரை கூட்டிட்டு வந்தேன் അടിയൊന്നും പൊട്ടിക്കല്ല அதுக்கப்புறம் லீடர் இருந்தா அப்புறம் நான் ஃபேமிலின்னு சொல்லி லீடர் കേട്ടാ அப்புறம் ബ്രോ വണ്ടി എടുത്തോട്ടെ വണ്ടി എടുത്തോ എടുത്തോ ഞാൻ ഇതിന്റെ കോർഡിനേറ്ററാണ്. എന്താ പേരെന്താ? പേര് ജോസ് ഇത് ജോർജ് കുട്ടി. ഗ്യാങ് പേരുണ്ട് ചോദിച്ചാൽ അത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ റൂൾസ് ഉണ്ടോ? ഏതാ ഗ്യാങ് എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റുന്നില്ല. ഡെസ്ട്രോ നീയാണോ വള്ളി എടുക്കുന്നത് അവരാണോ വള്ളി എടുക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം. കേക്കാവോ? റേഡിയോ ഡെസ്ട്രോ അല്ല മാറിക്ക് നിങ്ങോട്ട് മാറി എന്നാ കേക്കാവോ? എന്നാടാ ഡെസ്ട്രോ? കാര്യങ്ങൾ കൂടി ഉണ്ട് എല്ലാം കൂടി മിക്സപ്പ് ആക്കി. മനസ്സിലായി എടാ ഡെസ്ട്രോ നീ പോയി വള്ളി എടുക്കുന്ന കേസല്ല, ഇങ്ങോട്ട് വരുവാണെങ്കിൽ നോക്കിയാ മതി. എടാ ഡെസ്ട്രോ സംഭവം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മള് ചുമ്മാ നിന്നിട്ട് എന്ത് കാര്യം എന്താന്ന് പറയാം. ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല. ഇത് സ്റ്റാലിൻ വിളി സ്റ്റാലിൻ ഉണ്ടോടാ? സ്റ്റാലിൻ എന്ത് പറ്റടാ? ഞാൻ വന്നപ്പോ സംസാരത്തിലായിരുന്നു രണ്ടുപേരും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോ അവൻ പേര് ചോദിച്ചപ്പോ അവൻ മാലിക് എന്ന് പറഞ്ഞു. അപ്പൊ കുടുംബത്തിലുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ എന്തോ അത് പറഞ്ഞില്ല, പറയത്തില്ല, എല്ലാം അറിയണമെന്നുള്ള മറ്റേ സംസാരിച്ചു. അപ്പൊ ഡെസ്ട്രോ അടുത്ത് പേര് വെച്ചു. അപ്പൊ ഡെസ്ട്രോ പറഞ്ഞു നിനക്കെല്ലാം അറിയണമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ ഇവൻ പേര് വിളിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു നിനക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിന്റെ ലീഡറിനെ വിളിച്ചോണ്ടോ അപ്പൊ പേര് പറയാന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഞാൻ ഫാമിലിയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലോന്ന് വെച്ചു. നമ്മള് നിന്റെ അടുത്ത് ഫാമിലി അടുത്ത് പേര് പറഞ്ഞില്ലല്ലോ എന്ന് അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ തന്നെ ആ റേഡിയോയില് ഇങ്ങോട്ട് വാന്നും പറഞ്ഞ കോള് കൊടുത്തു. ഞാൻ കേട്ടത് ഇടയിലാണ് ഞാൻ വന്നത്. എനിക്ക് പറഞ്ഞത് അതെ നിങ്ങള് സംസാരിച്ച് എന്താ സോൾവ് ചെയ്യാൻ നോക്ക്. അതാ ഇന്ന് അതാ എന്തെങ്കിലും ഉണ്ടെങ്കി ഇപ്പൊ സോൾവ് ചെയ്തിട്ട് പിന്നെ കൊടുക്കാം നമുക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കി അതാ ജോസൂട്ടി എന്ത് സീൻ എന്താ ജോസൂട്ടി? സീനൊന്നും ഇല്ല. ഇവൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ നമ്മളെ ഗാംഗിൽ ഒരുത്തന്റെ അടുത്ത് വന്ന് പേര് ചോദിച്ചു. അപ്പൊ പേര് ചോദിച്ചപ്പോ അവൻ അവന്റെ പേര് പറഞ്ഞു. അപ്പൊ ഇവന്റെ അടുത്ത് പേര് ചോദിച്ചത് ഇവൻ പറഞ്ഞു നീ എന്റെ ലീഡറിനെയും കൂട്ടിക്കൊണ്ടു പോവാ എന്നാലും പേര് പറയാൻ പേര് ചോദിച്ചു കഴിഞ്ഞിട്ട് ഗ്യാങ് ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇവന്റെ അടുത്ത് തിരിച്ചു വെച്ച് പോകും പറഞ്ഞു ചോദിച്ചു പേര് വെച്ചപ്പോ அது ஃபர்ஸ்டே சொல்லிட்டாரு. அது இல்லாத டெஸ்ட் டெஸ்டோன் உனக்கு அப்புறம் தெரியும். டெஸ்டோன் உனக்கு அப்புறம் தெரியும். நான் பேர் சொன்னேன்ப்பா. நான் பேர் சொன்னேனாடா? அடா எனக்கு நீ யாரு வெயிட்டடா ஜஸ்ட் സംസാരിക്കട്ടെ. സംസാരിക്കട്ടെ. வருது அப்படியே அடிச்சு பூமிக்குள்ள அரைக்கிறேன். பாத்து பேசு சரியா? குட்டி குஞ்சம் மாதிரி பேசிட்டு இருக்கணும். ஏன் அடுத்து பேசுற உட்கார்ந்து நீ வாழணும். டெஸ்ட்ரோ வெயிட் ஆகடா. டெஸ்ட்ரோ வெயிட் ஆகடா. സംസാരിക്കല്ലേ ഇവിടെ? ഞാടാ ഡെസ്ട്രോ ഞാൻ ഇറ്റേ കൂളായിട്ട തമ്പി കൂളായിട്ടറി. അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം പേര് വെച്ച് നമ്മൾ അങ്ങോട്ട് പേര് വെച്ചപ്പോ പേര് പറഞ്ഞു. അപ്പൊ നമ്മള് ഗ്യാങ് ഏതാന്ന് വെച്ചു. അപ്പൊ അവനത് പറഞ്ഞില്ല. ഇവന്റെ ഡ്രസ് തൊട്ട് ബ്രോ നമ്മള് നിന്നോട് ചോദിച്ചു ഗ്യാങ് ഫാമിലി ആണോ ഗ്യാങ് ആണോന്ന് ചോദിച്ചു. അതിന്റെ അതൊന്നും മൊത്തം അങ്ങോട്ട് ഇവര് തമ്മില് നേരത്തെ പരിചയമുണ്ടല്ലേ? പേരെന്താ ബ്രോന്റെ? இல்ல இடிக்குது ப்ரோ.
ബ്രോന്റെ പേരെന്താ? മാലിക് മാലിക്. മാലി. ആ പേര് ഗ്യാങ്ങിൽ ചോദിച്ചാ പേര് പറയണം ബ്രോ, അത് ഇവിടത്തെ ഇതല്ലേ. ബ്രോ ഗ്യാങ് பேரு ചോദിച്ചിട്ടില്ലെന്ന് தான் പറഞ്ഞதல்ல. அது ஃபர்ஸ்ட் நான் பேரு கேட்கும்போது ஒரு லீடரை கூட்டிட்டு வந்தா சொல்லுச்சு என்கிட்ட. ആടാ നീ പേര് ചോദിക്കുമ്പോ തന്നെ ഞാൻ പറയാം നിന്റെ ലീഡറെ കൂട്ടിട്ടോ ഞാൻ എന്റെ പേര് പറയാം. அவன் எந்த பேர் ചോദിച്ചു, நான் திருச்சி உன் பேரு ചോദിச்சேன். அதுக்கு என்ன லீடரை கூட்டிட்டு வந்துட்டேன். இல்ல அதுக்கு முன்னே ബ്രോനോട് ആദ്യം പേര് ചോദിച്ചു, ബ്രോ പേര് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫാമിലിയിലാണോന്ന് ചോദിച്ചു. ബ്രോ நீ ചോദിച്ചില്ല ബ്രോ, ചോദിച്ചല്ല ബ്രോ. ഞാൻ ചോദിച്ചല്ലോ നിന്നോട്. നീ അല്ല ബ്രോ. ആരെ ചോദിച്ചെന്ന് ഫാമിലിയാണോ ഫാമിലി ആണോ നമ്മൾ ചോദിച്ചു. ഞാൻ ഡസ്റ്റർ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവൻ പേര് പറഞ്ഞില്ല. അപ്പൊ ഡസ്റ്റർ കൊടുത്ത് അവൻ പേര് ചോദിച്ചപ്പോ അവന് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്താ സിറ്റുവേഷൻ പറയുന്ന അവനോട് ചോദിച്ചിട്ടില്ലെന്നാണ് അവൻ പറയുന്നത്. നമ്മള് ചോദിച്ച ബ്രോ കാര്യം പറഞ്ഞില്ല നമ്മളെ പേര്. ഇതിലുണ്ടോ പ്രശ്നമുണ്ടോ ജോസ് കുട്ടി എന്തെങ്കിലും? അല്ല ഇത് ഇവന്റെ വെച്ചാല് അങ്ങനെ ഇപ്പൊ ചിലപ്പോ ചോദിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഇവരങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ, മനസ്സിലായില്ലേ? ചോദിച്ചോണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളെ ചോദിച്ചോണ്ടല്ലേ ഗ്യാങ് ലീഡറിനെ കൂട്ടിട്ട് വന്നിട്ട് പേര് പറയാന്ന് പറയേണ്ട കാരണം. മനസ്സിലായി? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലല്ലേ അതിന്റെ ആ ലോജിക്ക് അവിടെ ഇതാവത്തുള്ളൂ. അല്ലടാ അവൻ പേരല്ലേ ചോദിച്ചത്, മനസ്സിലായി? അല്ല ജോസ് ജസ്റ്റ് ആലോചിച്ച് നോക്ക്. പേര് ചോദിക്കുമ്പോ തന്നെ നമ്മളെ പറയണം ഗ്യാങ് ലീഡറിനെ കൂട്ടിയിട്ട് സിറ്റി സെന്റർ ചോദിക്കില്ലല്ലോ. അവൻ ഫാമിലി പേര് ചോദിച്ചപ്പോ അവൻ ഫാമിലി പേര് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ. ആദ്യമേ ഇങ്ങനെ പറയത്തില്ല, ലോജിക്കലി നോക്കുമ്പോ അങ്ങനെ ശരിയാണ്. ലോജിക്കലി നോക്കുമ്പോ നമ്മളാരും അതായത് ഗ്യാങ് ലീഡറിനെ കൂട്ടിട്ട് വന്നിട്ട് പേര് പറയാന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും പറയില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജോസൂട്ടി പറഞ്ഞാൽ ഇപ്പൊ എന്തായാലും നമുക്ക് ഇത് എടുക്കാൻ താല്പര്യമില്ല. ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് മതി. ഓക്കെ என்னடா டிஸ்ட்ரோ ஃபுல் தமிழ்லடா நீ பேசிட்டு இருக்கு, தமிழ் மலையாளம் வந்து தெரியாதடா. ഉണ്ടല്ലോടാ അതുകൊണ്ടല്ലേ നാളെ കൊടുക്കാം. ഇനി അണ്ണന് പ്രഷർ കൊടുക്കണം നമ്മളെ. അതാ നാളെ കൊടുക്കാം. കൊടുക്കാനുള്ളൊക്കെ പയ്യെ കൊടുക്കാം. അതെ ഇപ്പൊ നമുക്ക് സമയമില്ലാതെ ഇപ്പൊ എല്ലാരും ടർഫ് ഓപ്ഷൻ ഉണ്ട്. ഇന്ന് ടർഫ് ഓപ്ഷൻ ഉണ്ടോ അറിഞ്ഞൂടാ. ഇന്ന് ടർഫ് ഓപ്ഷൻ ഉണ്ടോ അറിഞ്ഞൂടാ. എനിക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. 10:15 ഓക്കെ. പിന്നെ ഗ്യാങ് ഇല്ലാത്തവർക്ക് ഇത് കൺസേൺ അല്ലല്ലോടാ. നമുക്ക് ഗ്യാങ് ഒക്കെ ഉള്ളതുകൊണ്ട് സിറ്റിയിൽ കയറി. ഹലോ പറയടാ. വാസടാ ചെറിയൊരു സിറ്റുവേഷൻ ഉണ്ട് സിറ്റിയില്. സിറ്റുവേഷൻ ആയോ? ചെറിയൊരു സംസാരം. ഇന്ന് നമ്മൾ ആളുണ്ടോ അതിന്? അല്ല അവന്മാർ ഇങ്ങോട്ട് വന്നിട്ട് ഇത് സംസാരമായത് ഇങ്ങോട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒഴിവാക്കി വിട്ടതാ. പക്ഷെ അവന്മാർ ഇപ്പൊ ആളെ കയറി നിക്കണമെന്നാണ് അറിഞ്ഞത്. മടിക്കാൻ വേണ്ടിട്ട് ഞാൻ മാക്സിമം ഒഴിവാക്കി വിട്ടതാ. എന്തോടാ ടി ജി ആയിട്ട് സംസാരമായോ ബ്രാവോ? ഇതായിട്ട് ഡെസ്ട്രോയും അതിന്റെ അകത്തുള്ള മാലിക്കോ സംതിങ് ഒരു തമിഴ് പയ്യനായിട്ട്. ഓക്കെ അപ്പൊ എല്ലായിടത്തും കേറാൻ പറയാം. ഓ നിഞ്ച ഒരു ഐ മാപ്പ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കേറ്റാൻ എന്താ വഴി? ആണോ? അതൊന്ന് സെറ്റ് ആക്കണേ. ഇപ്പോഴോ? ഇന്ന് കേറ്റാന്നാ പറഞ്ഞേ. ഇതെന്താ സെർവർ അല്ലേ പാപ്പ? യു ആർ നോട്ട് വൈറ്റ് ലിസ്റ്റഡ് എന്ന് കാണിക്കുന്നു. ഇതെന്താ ഇങ്ങനെ? നമ്മുടെ സെർവർ ഏത് സെർവറാണ്? ഞാൻ വേറെ സെർവർ കളിക്കണേ. അങ്ങനല്ല, ടെസ്റ്റ് ആണോ വേറെ സെർവറിലാണോ കയറിയെന്നാ ഉദ്ദേശിച്ചത്. കണക്ഷൻ റിജക്റ്റഡ് ബൈ ഡൈനാമിക് സെർവർ, യു ആർ നോട്ട് വൈറ്റ് ലിസ്റ്റഡ് എന്ന്. ഇന്നലെ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ ഇറങ്ങിയത്. ഇതിൽ ഏതോ ഒരെണ്ണം ഊരുമ്പോ ഈ ബാഗ് ഇന്നലെ ഞാൻ 2 കമ്മലൊക്കെ ഇട്ട് ഇങ്ങനെയാണ് ഇന്നലെ അടിക്കാൻ പോയത്. ചന്ദ്രനെ വേണ്ടി അടിക്കാൻ പോയത്. റെഫർ ചെയ്തേക്കണം. ഹലോ കേക്കാവോ?
ഹലോ കേൾക്കുന്നില്ലേ? വോയിസ് അവൻ പോയോ? ഹോസ്റ്റൽ എന്നെ ഹോസ്റ്റൽ എടുക്കും. ആ കേക്കാം. ഒന്ന് ട്രാക്ക് ചെയ്യണം, 2 വണ്ടിയിലുണ്ട്. ആ ഓക്കെ. ഹലോ എടാ എല്ലാരും എവിടെ? TG ഒക്കെ ഇതിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് എന്താണ്? അവന്മാര് പോയില്ല. ദൈവമേ, ഇതാണോ വണ്ടി? ഇതാണ് പണിതപ്പെട്ടത്, പണിത് കിട്ടിയ കണ്ടീഷൻ. ഇത് ഏത് വണ്ടി? ഇത് ലിവറി വന്നിട്ട് ലിവറി ഒന്നും ഇല്ല, ലിവറി ഒക്കെ എടുത്ത് കളഞ്ഞു. അല്ല ഇത് ഏതാ വണ്ടി?